ഇതാണ് മാൽഡീവ്സ് സിറ്റി. ഞങ്ങൾ വന്നിറങ്ങി, ഇൻഡിഗോ ഫ്ലൈറ്റിലാണ് വന്നിറങ്ങി. ഞങ്ങളുടെ ഫ്ലൈറ്റ് ലേറ്റ് ആയിരുന്നു. അപ്പോൾ വന്നിറങ്ങി ഏകദേശം കഴിഞ്ഞ് പുറത്തു വന്നപ്പോഴേക്കാണ് അറിയാൻ കഴിഞ്ഞത് ഞങ്ങളുടെ ഹോട്ടലിലേക്കുള്ള ഫെറി ഓൾറെഡി പോയപ്പോൾ പിന്നെ അടുത്ത ഫെറി 5 മണിക്കുള്ളൂ. ഇപ്പോൾ സമയം ഇവിടെ 12:45 ഉച്ചയ്ക്ക്. അപ്പോൾ നമ്മുടെ റിസോർട്ടിൻ്റെ റിപ്രസെൻറ്റേറ്റീവ് നമ്മുടെ അടുത്ത് പറഞ്ഞു $1 മാറി മാൽഡീവിയൻ റുപ്പിയ എടുത്തിട്ട് നേരെ സിറ്റിയിലേക്ക് വിട്ടു. സിറ്റിയിലേക്ക് വിട്ട് കഴിഞ്ഞാൽ ഫെറിക്ക് 15 റുപ്പിയേ ഉള്ളൂ ഒരാൾക്ക്. 10 മിനിറ്റിൻ്റെ ഫെറിയാണ്. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് നേരെ സിറ്റിയിലേക്ക് വന്നു. ഞങ്ങളിങ്ങനെ സിറ്റി കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞാൽ കുറേ ഇന്ത്യൻ കാർസൊക്കെ കാണാൻ പറ്റും. ഞങ്ങൾ സുസുക്കിയും, അതെ, അവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്വിഫ്റ്റ് കാണാം. ഇതാണ് വേണ്ട ബസ്, ലോക്കൽ ബസ്സാണ്. നമ്മളിപ്പോൾ നിന്ന സ്ഥലത്തു നിന്നാണ് ഈ ബസ് തുടങ്ങിയത്. ഞങ്ങൾ ആദ്യം ബസ് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു വഴി കയറ്റി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ട് ബസ് എടുത്തില്ല. അതെ, മണി എക്സ്ചേഞ്ച് ഉണ്ട്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കാണാമോ? ഇപ്പോൾ പോകാൻ പറ്റില്ല, മിക്കവാറും ഒരു ലഞ്ച് ടൈമാണ്, പിന്നെ വരാൻ പറയും. ഏകദേശം 1 മണിയായല്ലോ. കാണാവോന്നറിയില്ല. ഇവിടെ ഒരു ബ്രിഡ്ജുണ്ട്, കണ്ടോ? ഈ ബ്രിഡ്ജാണ് എയർപോർട്ടിൽ നിന്ന്, എയർപോർട്ട് ഒരു ഐലൻഡിലാണ്. ഈ ബ്രിഡ്ജ് ത്രൂ ആണ് എയർപോർട്ടിൽ നിന്ന് സിറ്റിയിലേക്ക് വരുന്നത്. ഞങ്ങളിങ്ങനെ ചുമ്മാ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം കളയണം, ഏകദേശം 2 മണിക്കൂറുണ്ട്. ഇപ്പോൾ അത് 12:45 ഉള്ളൂ. റിസോർട്ടിലെ ആൾ പറഞ്ഞതനുസരിച്ച് ഇവിടെ കുറേ ചെറിയ ചെറിയ ഷോപ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ നടന്ന് കാണുന്ന ഇവിടെ ഒരു മേലെ ആർട്ടിഫിഷ്യൽ ബീച്ചുണ്ട്. അവിടെ വന്നേക്കാണ്. നമ്മുടെ കൊച്ചിയിലൊക്കെ കാണുന്ന പോലെ എല്ലാവരും വായി നോക്കിയിരിക്കുന്നു. കുറേ പറവകളുണ്ട്, ചെറിയൊരു വെള്ളത്തിലുണ്ട്. കുറേ പ്രാവുകളുണ്ട്. ഇതേ കണ്ടോ, ഒരു കൊച്ചുകുട്ടി അതിനെയൊക്കെ ഓടിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പാലം ഇതാണ്. അതാണ് എയർപോർട്ട്. സിംഗപ്പൂർ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ് ഉണ്ട്, ബ്രിട്ടീഷ് എയർവേസ്, സോറി അത് സൗദി അറേബ്യയാണ്. അതാണ് എയർപോർട്ട്. അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഈ പാലം വഴി സിറ്റിയിലേക്ക് വരും. നമ്മളതിന് പകരം ഇവിടെ നിന്നൊരു ഫെറി പോകുന്നുണ്ട്. ആ ഫെറിയിൽ വന്നു 10 മിനിറ്റേ ഉള്ളൂ. കാണാൻ രസമുണ്ട്, ചാടാൻ തോന്നുന്നു. പക്ഷേ റിസോർട്ടിൽ പോകുന്നതായതുകൊണ്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല. ഇവിടെ ഡു നോട്ട് ലിറ്റർ എന്ന് ഹിന്ദിയിലും ഏതൊക്കെയോ ഭാഷയിലൊക്കെ എഴുതിയിട്ടുണ്ട്. ദിസ് ഈസ് നോട്ട് എ ഡസ്റ്റ്ബിൻ, പ്ലീസ് ഡു നോട്ട് ലിറ്റർ, ഗന്ദഗി മത് ഫേലാവോ. കൊള്ളാം, കാണാൻ രസമുണ്ട്. ചിലപ്പം വൈകിട്ടാകുമ്പോഴേക്കും നല്ല തിരക്കായിരിക്കും ഇവിടെ, അറിയില്ല. ഉച്ച സമയമായതുകൊണ്ട് ആരും അങ്ങനെ പ്രത്യേകിച്ചില്ല. ഇത് ഇവിടുത്തെ ഇത് കണ്ടു കഴിഞ്ഞാൽ പബ്ലിക് ഷവർ ഏരിയ ആണ്. ഇവിടെ ചേഞ്ചിങ് റൂമാണെന്ന് വിശ്വസിക്കുന്നു. ചേഞ്ചിങ് തണൽ തരുന്ന ഫസ്റ്റ് സ്ഥലം. ഇത് കൃഷിയോ ചതിച്ചു. അങ്ങനെ ഒരു ഹട്ട് കണ്ടുപിടിച്ചു. ഇവിടെ പ്രത്യേകിച്ച് ആൾക്കാരൊന്നുമില്ല. കുറച്ച് നേരം ഇവിടെ സമയം കളഞ്ഞിട്ട് തിരിച്ചു പോകാം എന്നുള്ളൊരു പ്ലാനിൽ ഇരിക്കുന്നു. ഓക്കെ, താങ്ക് യു ഗൈസ്, ബൈ. ഓക്കെ ഗൈസ്, നമ്മൾ നമ്മുടെ ആർട്ടിഫിഷ്യൽ ബീച്ചിൽ നിന്ന് നടന്ന് ഇങ്ങെത്തി. ഇപ്പോൾ എത്തിയപ്പോഴേക്ക് അതേ നമ്മൾ അപ്പം കാണിച്ച ആ ബ്രിഡ്ജ് അതേ കണ്ടിന്യൂഷനാണ്, ഇവിടെ വരെയാണ്. ഇതാണ് മാൽഡീവിയൻ സർഫിംഗ് അസോസിയേഷൻ.
എല്ലാവരും ഇവിടെ സർഫ് ചെയ്യാൻ വേണ്ടി വെള്ളത്തിൽ കിടക്കുന്നുണ്ട്. കാണാവോ എന്ന് എനിക്കറിയില്ല, സൂം ചെയ്ത് കാണിക്കാം. ഒരു പ്രൊഫഷണൽ സർഫേഴ്സാണ്, സർഫ് ചെയ്യുന്നു. അങ്ങനെ കുറേ ദൂരം നടന്നു. അവിടെ കേരളത്തിൽ കാണുന്ന എല്ലാ സംഭവവും ഇവിടെ കാണാം. ചിക്കിങ് ഉണ്ട്. അപ്പുറത്ത് ഞങ്ങൾ ബർഗർ കിങ് ഉണ്ടായിരുന്നു. ഇവിടെ ഇന്ത്യൻ ഫ്ലാഗ് ഉണ്ട്. എന്തിൻ്റെ ആണെന്നൊരു പിടുത്തമില്ല, പക്ഷെ ഫ്ലാഗ് ഇന്ത്യനാണ്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറേ ഇൻഡിഗോ എയർലൈൻസ് ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ പിന്നെയും നടക്കുകയാണ്. സമയം കളയാൻ വേണ്ടി ഒരു വഴി നോക്കിക്കൊണ്ട് നടക്കുകയാണ്. ഇപ്പോൾ സമയം 1:11. എത്ര നേരം നടക്കണം എന്നൊരു പിടുത്തമില്ല. ഇതെല്ലാം ഇവിടുത്തെ റെസിഡൻഷ്യൽ ഏരിയ കേട്ടോ. ഇത് അണ്ടർ കൺസ്ട്രക്ഷനാണ്. കുറേ ഇത് ഇവിടെ പണ്ട് ഫുട്ബോൾ ഗ്രൗണ്ടാണ്. ദുബായിലൊക്കെ കാണുന്ന ഈന്തപ്പഴമൺ. അങ്ങനെ നമ്മൾ നടന്ന് ഇവിടെ എത്തി. ഇവിടെയാണ് ഒരു മോണുമെൻ്റ് പോലെ ചൈന മാൽഡീവ്സ് എവർലാസ്റ്റിംഗ് ഫ്രണ്ട്ഷിപ്പ്. ആക്ച്വലി ഇവരുടെ ഗേറ്റാണ്, മനസ്സിലായോ? മറ്റേ പാലമില്ലേ, എയർപോർട്ടിൽ നിന്നുള്ള പാലം. ഇതാണ് ഫസ്റ്റ് എൻട്രൻസ് ടു ദ സിറ്റി ഓഫ് മാലെ. ഇവിടെ മാൽഡീവ്സ് പോലീസ് സർവീസ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇവിടെയാണ് ഫുൾ കാര്യങ്ങൾ. ആ തുടക്കത്തിൽ തന്നെയാണ് ഈ ചൈന മാൽഡീവ്സ് എവർലാസ്റ്റിംഗ് ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു സംഭവം ഇവർ പണിയിച്ചു വെച്ചേക്കുന്നത്. നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാം പബ്ലിക് ട്രാൻസ്പോർട്ട് എല്ലാം ഡബിൾ ഡെക്കർ ബസ്സാണ്. ചിലതൊക്കെ സിംഗിൾ ഡെക്കറും ഉണ്ട്, പക്ഷേ എല്ലാം AC ബസ്സസാണ്. ഇതേ വരുന്ന ഒരു ഡബിൾ ഡെക്കർ ബസ് കാണാമോ? ഇത് ഇവിടുത്തെ ഒരു സ്കൂളാണ്. സ്കൂൾ എന്ത് കണ്ടുപിടിച്ചാലും കുഴപ്പമില്ല. നമ്മുടെ ഭാര്യ കറക്റ്റായിട്ട് അവളുടെ കടയായ മിനീസോ കണ്ടുപിടിക്കും. മാൽഡീവ്സിൽ വന്നിട്ട് മിനീസോ കണ്ടില്ല എന്ന് പറയണം. മിനീസോ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞങ്ങൾ നടന്ന് മിനീസോയിലേക്ക് പോവാണ്. ഒന്നും മേടിക്കാനല്ല, ചുമ്മാ കാറ്റ് കൊണ്ട് നടക്കാനാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സ്കൂളിൻ്റെ എൻട്രൻസ്. കലാഫാനു എന്നാണ് സ്കൂളിൻ്റെ പേര്. കലാഫാനു സ്കൂൾ എന്നാണ് സ്കൂളിൻ്റെ പേര്. അവിടെ ഹോണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. താങ്ക് യു. ഇവിടെ ഒരു ബാറുണ്ട്, ബാർ 2000. നമ്മളെ മിനീസോയിലേക്ക് കയറാൻ പോവാണ്. റോസ്ഡ് എന്നാണ് എഴുതിയേക്കുന്നത്. എവിടെ പോയാലും നമുക്ക് ഭാഗ്യമില്ലാതെ. 2 മണിക്ക്. ലഞ്ച് ടൈം ആണ് ഇവിടെ. ലഞ്ച് ടൈം ആയിരിക്കും, അല്ലെങ്കിൽ പ്രയർ ടൈം ആയിരിക്കും. നമുക്ക് തിരിച്ചു വരുമ്പോൾ കയറാൻ പറ്റുമായിരിക്കും. MG റോഡ് ബ്രോഡ്വേ ഒക്കെ പോകൂലേ, ആ ഒരു ഫീലിംഗ് ആണ്. ഒരു
ബ്രോഡ്വേ ഫീലിംഗ് ആണ് ഇവിടെ. ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ മുക്കിനും മൂലയ്ക്കും ക്യാമറയുണ്ട്. എവിടെ ക്യാമറ? ആ നമ്മുടെ കേരളത്തിലെ AI ക്യാമറ പോലെയല്ല എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നമ്മുടെ KSEB പോലെ ഇവരുടെ സ്റ്റേറ്റ് ഇലക്ട്രിക് കമ്പനിയാണ് അവരുടെ ഓഫീസൊക്കെ കണ്ട. ഇതൊക്കെയാണ് ഓഫീസ്. KCB പോലെയാണ്. സ്ട്രീറ്റ് എക്സ്പ്ലോർ. അങ്ങനെ നമ്മൾ ഒരു ഫുൾ സ്ട്രീറ്റിൽ കൂടെ പോവുകയാണ്. ഏതൊക്കെയോ വഴി കൂടെ നടക്കുന്നുണ്ട് ഞങ്ങൾ. എപ്പോൾ എവിടെ എത്തുന്നു ഒരു പിടുത്തമില്ല. ഓ, കൺവീനിയൻസ് സ്റ്റോറാണിത്. ചുമ്മാ കയറി നോക്കാം. അതെ, ഈസ്റ്റേൺ കറി പൗഡർ, ചിക്കൻ മസാല, ചില്ലി ചിക്കൻ മസാല, ചില്ലി പൗഡർ, ഫിഷ് മസാല, ആച്ചി. ആച്ചി ഉണ്ട്. സഫോള, ആച്ചി, GRB ഉണ്ടല്ലോ. കുറേ ഇന്ത്യൻ പ്രൊഡക്ട്സ് ഉണ്ട് കേട്ടോ. ഇതാണ് ഫെറി സ്റ്റേഷൻ. എയർപോർട്ടിൽ നിന്ന്, അതാണ് എയർപോർട്ട്. ആ കാണുന്നതാണ് എയർപോർട്ട്. അവിടുന്ന് 15 റുപ്പയ കൊടുത്തു കഴിഞ്ഞാൽ ഫെറി കിട്ടും. ഫെറി വന്നിട്ട് ഈ സ്റ്റേഷനിൽ വരും കേട്ടോ. ഈ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ മറ്റേ എയർലൈൻ ഓഫീസൊക്കെ ഉണ്ട്. എയർ ഇന്ത്യ, ഖത്തർ, എമിറേറ്റ്സ് കണ്ടില്ല, എയർ അറേബ്യ, സിംഗപ്പൂർ എയർലൈൻസ്, ശ്രീലങ്കൻ എയർലൈൻസൊക്കെ അങ്ങോട്ടാണ്. കുറച്ചും കൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു ബിൽഡിംഗ് ഉണ്ട്, ഈ ഒരു ബിൽഡിംഗ് ഏറ്റവും ലാസ്റ്റ്. അത് പോലീസ് സ്റ്റേഷനാണ്, മാൽഡീവിയൻ പോലീസ് സ്റ്റേഷനാണ്. അത് കഴിഞ്ഞിട്ട് മാലേ സിറ്റീൻ്റെ സെൻറ്ററാണ്. അവിടെ ഫ്ലാഗൊക്കെ ഉണ്ട്, മാൽഡീവ്സിൻ്റെ ഫ്ലാഗ് ഉണ്ട്. അതിൻ്റെ മുമ്പേ തന്നെ ഈ പോലീസ് സ്റ്റേഷൻ എത്താൻ മുമ്പേ തന്നെ ഒരു വൈറ്റ് ബിൽഡിംഗ് ഉണ്ട്. അത് ഭയങ്കര പൊക്കത്തിലല്ല, അതൊക്കെ കാണാത്തത്. ആ വൈറ്റ് ബിൽഡിംഗാണ് പ്രസിഡൻഷ്യൽ ഓഫീസ്, മാൽഡീവിയൻ പ്രസിഡൻഷ്യൽ ഓഫീസ്. അതിൻ്റെ പുറകിൽ ഡിഫൻസ് ഓഫീസാണ്. അതിൻ്റെയും പുറകിലാണ് പ്രസിഡൻഷ്യൽ ഓഫീസ് കം റെസിഡൻസ്. അതേപോലെ നമ്മൾ ഫെറി ടെർമിനലിൽ നിന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ഈ എയർപോർട്ട് ഏരിയ കണക്ട് ചെയ്യുന്ന ഒരു പാലമുണ്ട്, നേരത്തെ ഞാൻ കാണിച്ച പാലം. ആ പാലത്തിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ ആ സൈഡിലേക്കാണ്. അവിടെ ഒരു SBI ഒക്കെ ഉണ്ട്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട്, പിന്നെ സ്കൂൾസ് ഉണ്ട്, കോളേജസ് ഉണ്ട്. ഇവിടെ ഫെറി ഏരിയക്കാണ് തിരിച്ച് എയർപോർട്ടിലേക്ക് പോകാൻ. എയർപോർട്ടിൽ പോയിട്ട് ഞങ്ങൾക്ക് അവിടുന്ന് ഞങ്ങളുടെ മെതുഫുഷി ഐലൻഡ് റിസോർട്ടിലേക്കുള്ള ഫെറി 5 മണിക്കാണ്. അപ്പം 3:30 എത്താനാണ് പറഞ്ഞത്. നമ്മളിവിടുന്ന് പോവുകയാണ്. ഫുൾ എനർജിയാണ്, മോഹം കണ്ടാലേ അറിയാം. അപ്പോൾ ബാക്കി നമുക്ക് എയർപോർട്ട് ഫെറി കയറിയിട്ട് ബാക്കി പറയാം. ഓക്കെ ഗൈസ്.